വരുന്നത്. എന്താണ് ഉമ്മച്ചിയെ? ഈ ക്രീമിക്ക് തരുമോ ഉമ്മച്ചിക്ക്? എന്തിന്? മോത്ത് തേക്കാനി. എന്റെ ഉമ്മച്ചിയെ, ഇത് ആണുങ്ങളെ ക്രീമാണ്. ക്രീമിലും ഉണ്ടോ ആണും പെണ്ണും നോക്കാം? ഉണ്ട് ഉമ്മച്ചിയെ. അന്നപ്പോ ഈ ക്രീം പെണ്ണി തേച്ചാല് പെണ്ണാണായി പോവും? അല്ല, അതൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ല, ഉമ്മച്ചി ഇതിനാണ് ഇപ്പൊ അന്വേഷിക്കണത്? ഞാനും കുറച്ച് ക്രീമൊക്കെ വാങ്ങി തേച്ചാലോന്ന് ആലോചിക്കാം. എന്തിനതൊക്കെ വാരിപ്പൊത്തണേ? ഞാൻ യൂത്തല്ല ഉമ്മച്ചിയെ, ഗ്ലാമർ ആയിട്ട് നടക്കേണ്ടത് എന്റെ ആവശ്യ. സുന്ദരി തല പോലുണ്ട് എന്റെ തല കാണേ. അത് ഞാനങ്ങ് സഹിച്ച്. നിങ്ങൾ കൂടുതൽ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളെ പണി നോക്കി പോയില്ലേ? അതല്ല റിസ്മോനെ, നമുക്കൊരു ആഗ്രഹമുണ്ട്. എന്ത്? ബ്യൂട്ടി പാർലർക്കൊന്ന് പോയാലോ നീ? എന്തിന്? ബ്യൂട്ടി പാർലർക്ക് എന്തിനാ ആൾക്കാര് പോലെ? അതിപ്പോ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിട്ട്. നായിനെന്നാ ഞാനും പോണേ. സൗന്ദര്യം ഇത്തിരെങ്കിലും പോയാലല്ലേ അത് കൂട്ടാൻ പറ്റും. ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയി എന്തിനാ പോയപ്പോ ആകാശിട്ട് വെക്കൂ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒന്നറിയാം, നിങ്ങൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുത്തില്ല മോനെ, ഞാൻ പോയി എന്തിനാ പോയപ്പോ? ഇങ്ങോട്ടോക്കെ ആന്റി ഓഞ്ഞ മോന്തേമല്ലേ കണ്ട ക്രീം വാരി വാരി പൊത്തിണ്ടല്ലോ. സത്യം പറയട്ടെ എന്റെ റിസ്മോനെ, ഇങ്ങോട്ടൊക്കെ ആന്റി മോന്തിന്റെ തന്റെ ഷേപ്പ് കണ്ടല്ലോ, കാക്കിച്ച് തുപ്പാൻ തോന്നും. എന്നാലും ഉമ്മച്ചേ, വിഞ്ഞ ലുക്കും ഈ പശുനക്കിമാരെയുള്ള ഹെയർ സ്റ്റൈലുമാണ് ഇപ്പത്തെ യൂത്തിന്റെ ട്രെൻഡ്. ഒന്നുമില്ല, നിങ്ങൾക്ക് പ്രായം എത്രയായി ഉമ്മച്ചേ? ഇനി എന്തിനാണ് നിങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് കെട്ടി എഴുതിയിരിക്കുന്നത്? നമുക്ക് സൗകര്യം ഉണ്ടായിട്ട് അന്റൊന്നും സമ്മതില്ലെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക്. നിങ്ങളെ മോന്തന്റെ ഷേപ്പ് ആദ്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് വിലയിരുത്ത്. ബ്യൂട്ടി പാർലർ പോകുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഓപ്പറേഷനാ. എന്ത് ഓപ്പറേഷൻ? മൂക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്ത് മൂക്കാണ് നിങ്ങളെ മൂക്ക്? ഒരു പ്രദേശം മൊത്തം മൂക്കാണ്. ആദ്യം മൂക്കാണ്ട് ചെത്തി മാറ്റി, എന്നാലല്ലേ ഈ മോന്ത കാണാൻ പറ്റൂ. എന്നാലും ഒരു കണക്കിന് മൂക്കുണ്ടല്ലോ, ആടെ ഇരിക്കുന്ന നന്നാകുക. മോന്ത അത്രയും കുറച്ച് കണ്ടാ പോരെ? വളർത്തി വലുതാക്കിയ നീ തന്ന കൂലിയാണിത്. മൂക്കങ്ങ് ചെത്തിക്കാല് മൂക്ക് മാത്രം ആക്കണ്ട, ലക്ഷ്മണൻ ചെത്തിക്കോണെല്ലാം അങ്ങ് ചെത്തിക്കാലേ. എന്റെ ഉമ്മിച്ചേ, ഉള്ളത് പറയുമ്പോ വെറുതെ തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. ബായ്. പിന്നെ ആ മൂക്ക് ശരിയാ കിട്ടോ, തുമ്പിക്കൈ മതി അയക്കുന്നത്. അങ്ങോട്ടാ മൂക്കിന് അത്രക്കും നീളുണ്ടോ? മൂസക്കായും പറഞ്ഞേക്ക് വരുമ്പത്ത് കൊക്ക വന്ന് കുത്തിരിക്കണ മാരുണ്ട് മൂക്കേന്ന്. എന്റെ മൂക്ക് ചട്ടിപ്പത്തിരി മാരുണ്ട്, വലിയ കൊഴപ്പില്ല. ഇത്രക്കും നീളോ? ഓ പറഞ്ഞതിലും കാര്യണ്ട്. എന്നാലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കണോ? ബ്യൂട്ടി പാർലർ മര്യാദക്ക് പൊരേ കുത്തിരുന്നോളൂ. ബ്യൂട്ടി പാർലർ അല്ല, ബ്യൂട്ടി പാർലർ. ഏടെയാണെങ്കിലും ഈ പോണ്ട, മര്യാദക്ക് നമ്മൾ പറഞ്ഞ അനുസരിച്ചാ മതി. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സുന്ദരിയായാല് നിങ്ങൾക്ക് സന്തോഷിച്ചൂടെ? സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? ഇപ്പുള്ള എന്റെ സൗന്ദര്യം കാരണവും നമ്മൾ ഓവറായിട്ട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഇനി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നും കൂടി സൗന്ദര്യം കൂട്ടിയാല് നമ്മൾ പെട്ടുപോകുമ്പോ. നമ്മളൊരു സുന്ദരിയാണ്, നിങ്ങൾക്ക് എന്തേറ്റോ കുഴപ്പോ? പൈസ നമ്മൾ തന്നെ തരണ്ടേ? അതന്നെ നമുക്ക് നഷ്ടാണ്. അന്നെ കെട്ടിയത് തന്നെ ഭീകര നഷ്ട. അതിനെ കൂടെ ഇതുകൂടി സഹിക്കണം നമ്മള്. സൗന്ദര്യം ആഗ്രഹിച്ചു പോയത് ഇത്ര വലിയ കുറ്റ? പാത്തോ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് ക്രീം വാരി തേച്ചിട്ടോ ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ കിട്ടണതല്ല. അത് ജനിക്കുമ്പോഴേ കിട്ടണോ? ഈ നമ്മളെ മൊത്തേക്ക് നോക്ക് നോക്ക്. എന്തേ കാണുന്നുണ്ടോ? ഈ ഇപ്പൊ കാണുന്നതാണ് സൗന്ദര്യം, നാച്ചുറൽ സൗന്ദര്യം. ഇതോ ഈ മരമൂന്ന സൗന്ദര്യം? എന്താ വിളിക്കണത്? ആ, കുട്ടികൾക്ക് ചിരിക്കാൻ തോന്നും. ഒരു ചുണ്ടരി ചെമ്മീന്റെ തലമായിട്ട് മോത്തിന്റെ ഷേപ്പ് കാണാന്. നമ്മളെ മോത്തിന്റെ ഷേപ്പ് നമുക്ക് നന്നായിട്ട് അറിയാം. സമീചി, ഭൂലോക സുന്ദരി മമ്മൂട്ടി തന്നെ. ആ, അങ്ങനെ ബൈക്ക് വാ. നമ്മളൊരു പ്രാവശ്യം
പറഞ്ഞു പോണ്ടാണ്. ഇനി ഇവിടെ ഇരുന്നാലേ നമുക്ക് ഭ്രാന്താവും. നമ്മൾ പോവുക. ഇവിടെ ഇരുന്ന് എന്നോട് വായിട്ടലക്കണ നേരം കൊണ്ട് നമുക്ക് മീൻ പറ്റാൻ അത്രയ്ക്കുമായി. അല്ല പിന്നെ ഓ പോയിക്കോളി. നമ്മളൊരാഗ്രഹം പോരേന്ന് പറഞ്ഞപ്പോ അതിനമ്മ മനസ്സിലായി നടക്കൂലാന്നേ. ഭർത്താവിന്റെ താളത്തിനൊത്ത് തുള്ളിന പാവകളാണ് നമ്മൾ പോലുള്ള ഭാര്യമാരി. നമ്മൾ ആഗ്രഹത്തിനും സന്തോഷത്തിനും ആരും ഒരു വിലയും തരുന്നില്ല. ലേശ സൗന്ദര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനാണ് ഈ പൊല്ലാപ്പ് ഭൂമി. ഈ ദുഷ്ടന്റെ വർത്താനം കേൾക്കുമ്പോ തോന്നും നമ്മൾ ആരായിട്ട് ഒളിച്ചോടുകയാണ് നീ. എന്താണെങ്കിലും നമ്മൾ ഈ ബ്യൂട്ടി പാർലർ പരിപാടിയിൽ പിന്തിരിയുന്ന പ്രശ്നമില്ല. പഠിച്ചോനെ ഈ നമുക്കെല്ലാം